Hello, friends. Welcome to the official YouTube channel of Takshashila IAS Academy. So, the next topic that we're going to discuss is speed, time, and distance. നമ്മളെല്ലാവരും സ്കൂളിൽ നല്ലോണം പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ടോപ്പിക്കാണ് ആൻഡ് നല്ല മാർക്സ് സ്കോറിംഗ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും വരുന്നത്. ആൻഡ് ഇത് രണ്ടും ദർ ഓൾ സ്ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ്. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടിരിക്കുക. Attempt all questions, and if you can, please go back and do some extra questions only. Okay, so speed, time, and distance എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ബേസിക് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയായിരിക്കും ബേസിക്സ് പറയുന്നത്? ലൈക്ക് വൺ we need to know what is speed. Speed എന്ന് പറഞ്ഞ ഇക്വേഷൻ speed is equal to distance by time. Okay. സ്പീഡ് എന്ന് പറഞ്ഞ കേസ് സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആൻഡ് ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് വെലോസിറ്റി എന്നൊക്കെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഫിസിക്സിൽ ആ വെലോസിറ്റി സ്പീഡ് ഡിഫറൻസ് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് UPSC ആയതുകൊണ്ട് തന്നെ ലൈക്ക് സിംപ്ലസ്റ്റ് ടോപ്പിക്സ് സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് ഈ ടോപ്പിക്കിന് കണ്ടാൽ മതി. സോ സ്പീഡ് വെലോസിറ്റി ഓൾ ദ സെയിം. സോ സ്പീഡ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആൻഡ് അതുകൊണ്ട് തന്നെ വിത്ത് ദിസ് ഇക്വേഷൻ യു ക്യാൻ ഓൾസോ നോ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വാട്ട് is equal to speed into time, and time is equal to what? Time is equal to distance by speed. Okay, so at least know one equation. An equation നമുക്ക് ബാക്കി സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാം. Speed is equal to distance by time. Okay, now ഈ സ്പീഡ് is equal to distance by time എന്ന് പറഞ്ഞാൽ മാത്രമല്ല നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് ഇവിടെ അറിയേണ്ടിയിരിക്കുന്നു. എസ്പെഷ്യലി ബിക്കോസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് യു ക്യാൻ ഫൈൻഡ് അറൌണ്ട് 5 types, or നമുക്ക് എന്താ പറയാ, ഒരു 5 types of questions നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് ഫസ്റ്റ് വൺ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെയ്തത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ബേസിക്കലി ബേസ്ഡ് ഓൺ കൺവേർഷൻ. ഡയറക്റ്റ് ഇക്വേഷന് പുറമെ നമുക്ക് കൺവേർഷൻ ചെയ്യണം. കൺവേർഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? ഈ ചില ക്വസ്റ്റ്യൻ നമുക്ക് കാണാറുണ്ട്, എന്താ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവർ തരുന്ന ഡേറ്റ മൊത്തം. പക്ഷെ അവർക്ക് വേണ്ട ആൻസർ വുഡ് ബി kilometer per hour. Sometimes it would be kilometer per hour, but the answer they would ask you in meter per second. Okay, so how do you convert meter per second to kilometer per hour? Okay, now if you want to convert meter per second to kilometer per hour or kilometer per hour to meter per second, നമ്മൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, if we say we have the body is moving in x kilometer per hour, അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ what do? You just multiply it with 5/18. Okay, so x kilometer per hour എന്ന ഒബ്ജക്റ്റ് മൂവ് ആണെങ്കിൽ that same speed in meter per second would be x into 5/18. Similarly, നമ്മൾ if you want to know meter per second to if you want to convert meter per second to kilometer per hour, let's say 5 meter per second, and you want to convert it into kilometer per hour, what do? ഇതിന്റെ നേരെ റിവേഴ്സ്. Okay, that is y into 18/5 kilometer per hour. Okay, so ഇതാണ് ബേസിക് ഒരു ഈ കൺവേർഷൻ ഓർത്ത് വയ്ക്കുക. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും പഠിച്ചു വെച്ചേക്കുക. ഒന്ന് മതി. ആ ഒന്ന് പഠിച്ചിട്ട് ഓർത്ത് വെക്കുക. എപ്പോഴെങ്കിലും തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് എടുത്തിട്ടാൽ മതി. ഓക്കെ, യു ക്യാൻ ഏത് വിച്ച് എവർ ഈസിയർ ഫോർ യു. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ into 5/18 ചെയ്യണം എന്ന് മാത്രം ഓർത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ നമ്മൾ 18/5 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കാം. ഏതെങ്കിലും ഒന്ന് ഹെൽപ്പ്. രണ്ടെണ്ണം പഠിച്ചിട്ട് പോയാലുള്ള പ്രശ്നം, നമ്മൾ ചിലപ്പോൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ നമ്മൾ ഇരുന്ന് ഒന്നുകൂടെ ഫുൾ കണക്കൂടണം. കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ സെക്കൻഡ് ചെയ്യണം. സോ കിലോമീറ്റർ മീറ്റർ ആക്കണമെങ്കിൽ 1000 ചെയ്യണം. അവറിന് സെക്കൻഡ് ആക്കണമെങ്കിൽ into 60 ചെയ്യണം. സോ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറെ സമയം പോകും. അപ്പൊ ആ സമയം പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഏതെങ്കിലും ഒരു കൺവേർഷൻ നമ്മൾ അറിഞ്ഞു ചെയ്താൽ. ഓക്കെ, സോ ഇതാണ് നമ്മൾ പഠിക്കുമ്പോൾ അറിയേണ്ട, ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അറിയേണ്ട സെക്കൻഡ് കൺസെപ്റ്റ്. ഇതിൽ ഇനി തേർഡ് കൺസെപ്റ്റ് പറഞ്ഞു വരുന്നത് നമുക്ക് എല്ലാവരും അറിയാം, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷർ ആയിട്ട് ഞാൻ പറയാൻ പോവാണ്. സംതിങ് കോൾഡ് റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, നൗ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്?
എന്താ അറിയാം നമുക്ക് റിലേറ്റീവ് സ്പീഡിനെ പറ്റി? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ എല്ലാവരും സ്കൂളിൽ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ്, നമ്മളെല്ലാവരും വി ആർ ഓൾ ട്രാവൽഡ് ബൈ ബസ്സസ് ഓർ ട്രെയിൻസ് ഓർ കാർസ് ഓർ ബൈക്സ്. എളുപ്പത്തിൽ ലിസ്റ്റിക് ട്രെയിൻ എടുക്കാം. ഒരു ട്രെയിൻ ഉണ്ട് എ, നമ്മളതിരിക്കുന്നു, ആൻഡ് ട്രെയിൻ എ ഈസ് ഗോയിങ് അറ്റ് സ്പീഡ് ഓഫ് assuming it will be 50 km/h. Okay, so we know the train is going at 50 km/h. ഈ ട്രെയിൻ 50 km/h പോകുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയുന്നത്? When you compare it to something or somebody outside which is stationary, അത് അനങ്ങാൻ നിൽക്കുകയാണെങ്കിൽ according to them you are traveling at 50 km/h. Okay. So this is the case when this is the normal case. നമ്മളിപ്പോൾ ഏത് ബോഡി മൂവ് ചെയ്യുന്ന നമ്മൾ പറയാം, ഒരു സ്റ്റേഷന്റെ ഒരു പോയിന്റ് എടുത്തിട്ട് നമ്മൾ പറയുന്നത് ഇത് 50 km/h പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഈ സെയിം നമുക്ക് റിലേറ്റീവ് സ്പീഡ് കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. റിലേറ്റീവ് ടു ദ സ്റ്റേഷനറി പേഴ്സൺ, the train A is moving at a speed of 50 km/h. Okay. Now, how do we modify this? Modify it, and let's just take this person and let us put him or her in a train. Let's take it to be train B, and other. Okay. Now, train B is also going at a speed. Let's take the train B is also going towards east, and say this is also going at a speed of let's take it to be 70 km/h. When train B is going at a speed of 70 km/h and train A is going at a speed of 50 km/h, A യിൽ നിന്ന് നോക്കുന്ന ആൾക്ക് B is going B compared to a stationary person is going at 70 km/h, A compared to the stationary person is going at 50 km/h. പക്ഷേ when you look at the person sitting in B, from A you can see that according to A that the speed is different. ഇല്ലേ? ഇപ്പൊ നമ്മളിപ്പം അത് പറഞ്ഞു, നമ്മൾ രണ്ട് ട്രെയിൻ ഒരു സൈഡ് പോകും, രണ്ട് ട്രെയിൻ നല്ല സ്പീഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഒരേ സ്പീഡ് പോവുകയാണെങ്കിൽ സപ്പോസ് രണ്ട് ട്രെയിനും 50 km/h പോയിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കും, നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്തെ ആൾ സ്റ്റേഷനറി ആണ്, കാരണം അവർ അനങ്ങുന്നില്ല, ഇല്ലേ? അതേപോലെ ഇപ്പം ഇതിനിപ്പോ സ്പീഡ് കൂടുതലാണ് വിചാരിച്ചത്, 70 km/h ആണെങ്കിൽ this will be going faster. So according from looking from A at B, we see that B is going at a speed of 20 km/h more than A. So the relative speed of B with respect to A is going to be 20 km/h. Okay. അതാണ് നമ്മളിപ്പോൾ എ പോകുന്നു, ബി പോകുന്നു, നമ്മൾ പോകുന്ന സ്പീഡിനേക്കാൾ ഒരു സ്പീഡ് ട്രെയിൻ അപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ സ്പീഡിന് നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതലാണ്, പക്ഷെ എന്നാൽ പോലും ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ദ റിയൽ സ്പീഡ് ഔട്ട്സൈഡ്. സോ കമ്പാരിറ്റീവ് സ്പീഡ് പറയുന്നതാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഓക്കെ ഇത് ഓർത്ത് വെച്ചേക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, സപ്പോസ് രണ്ട് bodies, let's take again example എടുക്കാം. Let's take examples A and B here. When A and B are going in the same direction, okay, when two bodies at speed, let's take this to be U km/h, this is V km/h. So two bodies are going at speed V, U and V km/h. Then the relative velocity എന്ന് പറഞ്ഞു വരുമ്പോൾ VR is equal to
You have to know whether in which direction they are going. So suppose when two bodies are speed u and v are going, and if they are going in the same direction, ഒരേ ഡയറക്ഷനിലാണ് എയും ബിയും പോകുന്നതെങ്കിൽ, then the relative speed is going to be u minus v or v minus v, whichever is greater. Okay, negative value വരുന്നില്ല, just bigger value ഏതാണോ അതിൽ നിന്ന് smaller value subtract ചെയ്യും. Okay, so ഇത്ര ഓർത്താൽ രണ്ട് ബോഡീസ് ഒരേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ, if two bodies are going in the same direction, then the relative velocity between these two is going to be u minus v. അപ്പോൾ മൈനസ് ആണ് ഇവിടെ important. Okay, we have to subtract the higher value from the smaller value. That is vr here. Same case, let's look at two trains. For this, let's take it to be G. Let's take another train Q. P is going in this direction, Q is going in this direction. P is going with speed U, Q is going with speed V. Okay, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പി ഇരിക്കുന്ന ആള് നോക്കുകയാണെങ്കിൽ ക്യൂവിൽ ഇരിക്കുന്ന ആള് നല്ല സ്പീഡിൽ പോകുമായിരിക്കും. എന്നുവെച്ചാൽ വിനെക്കാളും സ്പീഡിലായിരിക്കും ക്യൂവിൽ ഇരിക്കുന്ന ആള് പോകുന്നത്. ഇല്ല, നമ്മൾ കാണാറില്ല. ഇപ്പൊ നമ്മൾ രണ്ട് ട്രെയിൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് ട്രെയിൻ ക്രോസ് ചെയ്യുന്നത്. ശരിക്കും നോർമലി നോക്കുന്ന ഒരാൾക്ക് പുറത്തു നിന്ന് ഒരു സ്റ്റേഷനറി ഒബ്ജക്ട് സ്റ്റേഷനറിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ദിസ് ഇസ് ഗോയിങ് അറ്റ് യു, പി ഇസ് ഗോയിങ് അറ്റ് യു, വൈൽ ക്യൂ ഇസ് ഗോയിങ് അറ്റ് ബി. പക്ഷെ ട്രെയിനിന്റെ അകത്തിരിക്കുന്ന ആൾക്ക് നോക്കുകയാണെങ്കിൽ for P, for somebody sitting in P, Q is going to be going at a really high speed. For somebody sitting at Q, P is going to be going at a really high speed. അത് മാത്രം ഓർത്ത് വെച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കേസ് when two bodies are going and in the opposite direction, the relative velocity here is going to be what? Is going to be u plus v. Two bodies are going in the opposite direction. Okay. We'll just revise this once more. എന്തായിരുന്നു? രണ്ട് ബോഡി, two bodies going with speeds u and v. അങ്ങനെയാണെങ്കിൽ relative velocity when both are in the same direction is going to be what? Is going to be higher value minus the lower value, while the relative velocity when both are going in opposite directions is going to be higher value plus lower value. Okay, now once we know this, let us go do a couple of questions. Okay, for more equation done, velocity is equal to distance by time. Then you have to know that the conversion factor kilometer per hour meter per second ആക്കണമെങ്കിൽ multiply with 5/80. And then relative velocity നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും that relative velocity of two bodies which are moving in the same direction is going to be u minus v, while the relative velocity of two bodies which are going in opposite directions is going to be u plus v. Okay. So let us come to the first question. A fast train of length 500 meters crosses a man in 5 seconds. Find the speed of the train kilometer per hour. Okay. ഇവിടെ നോക്കാം. ട്രെയിൻ ലെങ്ത് 500 meters. അത് പോകുന്നു
ഒരാളോട് നിൽക്കുന്നു, അയാളെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൊണ്ട് ബി 5 seconds അല്ലേ? ഇങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു distance by time. Distance the train travels to cross this one person is going to be what? തുടക്കം ഇവിടെ തുടങ്ങി this entire thing has to pass our stationary person, so that is going to be 500 meters is going to be the distance divided by the time taken is 5 seconds, so this is meter in seconds. So what do we get? We get it to be 100 meter per second. Now the speed that we got is actually what is in meter per second. What have they asked for? They have asked for speed of the train in kilometer per hour. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എടുക്കാം. Speed in kilometer per hour is going to be 100 into 18 by 5, because we know kilometer per hour ne meter per second ആക്കണമെങ്കിൽ we multiply it with 5 by 18. അതുകൊണ്ട് തന്നെ meter per second നെ kilometer per hour ആക്കണമെങ്കിൽ we multiply it with 18 by 5. Okay, so you multiply and you will see that this is going to be what? This is going to be this is going to be 360 kilometer per hour. The answer here is going to be 360 kilometer per hour. Okay, so again equation നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാം. എപ്പോഴും ഓർക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില ക്വസ്റ്റ്യൻസിൽ മേ ബി ഇങ്ങനെ അവർക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ കൺഫ്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ബി ദാറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫോർ UPSC, ബിക്കോസ് UPSC ജനറലി നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ you can eliminate at least 2 options and come down to 2 options. But if you go for other exams like banking exams or PSC exams or whatever it is, അങ്ങനെ പോവുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ PSC I'm not too sure, but banking exams are definitely നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ അവർ they'll try the level best. Okay, but the reason why നമ്മൾ UPSC പഠിക്കുമ്പോഴും ഞാൻ ഇത് പറയുന്ന കാരണം UPSC ഇത്രയും നാൾ, like I said earlier, CSAT is one way through which they are trying to eliminate people. Okay, so you have to be ready to not get eliminated by UPSC. So അതുകൊണ്ട് തന്നെ CSAT കട്ട് ചെയ്യാൻ ചാൻസ് എല്ലാ വർഷവും ഉണ്ട്. CSAT കട്ട് ചെയ്യാൻ എല്ലാവർക്കും വന്നിട്ടുണ്ട്, സൂക്ഷിക്കാം. ഓക്കെ,